ഹായ്, ഹലോ. ഏഹ്, എൻ്റെ എല്ലാ സഹോദരങ്ങളും ഏഹ്, നമ്മുടെ കാശ്മീരിലുണ്ടായ ഏഹ്, തീവ്രവാദ തീവ്രവാദ അക്രമത്തെ ഉം, ഏത് മതക്കാരാണെന്ന് നോക്കിയിട്ട് വെടിവെച്ച് കൊന്നു. അവരുടെ പാൻറ്റിൻ്റെ സിബ് അഴിച്ച് നോക്കി, എന്നിട്ടാണ് അവരെ കൊന്നത്. മുസ്ലിം അല്ലാത്ത ആൾക്കാരൊക്കെ കൊന്നത്. അപ്പോൾ ഇങ്ങനൊരു സംഭവം നടക്കുമ്പോൾ നമ്മുടെ മുസ്ലിം വിഭാഗം ആൾക്കാർ എന്തുകൊണ്ടാണ് ഇങ്ങനെ കൊല്ലണത് എന്ന് നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ ഹാരിഫ് ഹുസൈൻ ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ സ്ഥിരമായിട്ട് വന്ന്, ഹാരിഫ് ഹുസൈൻ ഒരു മുസ്ലിമായിരുന്നു, ഇപ്പോൾ എക്സ് മുസ്ലിം എന്ന് പറയണം. ഹാരിഫ് ഹുസൈനും ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ എന്ന് പറയുന്നത് അവരുടെ ആ ബുക്കിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, അവരുടെ മതം സ്വീകരിക്കാത്ത ആൾക്കാരൊക്കെ കൊല്ലണം, അവർ കാഫറുകളാണ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടെന്ന് ഹാരിഫ് ഹുസൈൻ യൂട്യൂബുകളിൽ ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട്. പിന്നെ ഹാരിഫ് ഹുസൈനെ കൂടാതെ തന്നെ കുറച്ചധികം പേരുണ്ട്, അവരുടെ പേരൊന്നും എനിക്ക് ഓർമ്മയിലില്ല. ഹാരിഫ് ഹുസൈനാണ് കറക്റ്റായിട്ട് എപ്പോഴും നമുക്ക് ഓർമ്മയുള്ളത്. കുറേ വീഡിയോ ഉണ്ട് യൂട്യൂബിൽ. പിന്നെ നമ്മുടെ സെബാസ്റ്റ്യൻ പുന്നക്കലും ഇത് പറയുന്നുണ്ട് അവരുടെ ബുക്കിൽ എഴുതി വച്ചിരിക്കുന്ന ഓരോ പ്രശ്നം. അപ്പോൾ അത് വായിച്ചിട്ട് ഒരു വിശ്വാസിയാണ് ആൾക്കാർ ആണ് ഇത് ചെയ്യണത്, അതായത് ഖുർആൻ ഭയങ്കരമായിട്ട് അന്ധമായിട്ട് വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഇത് ചെയ്യുന്നത് എന്നാണ് അവർ പറയുന്നത്. അതായത് ഖുർആൻ വായിച്ച ഒന്നില്ലെങ്കിൽ തീവ്രവാദിയാവും, അല്ലെങ്കിൽ നിരീശ്വരവാദിയാവും എന്നാണ് ഹാരിഫ് ഹുസൈൻ ഒരു വീഡിയോയിൽ പറഞ്ഞത് ഞാൻ കേട്ടത്. പക്ഷേ ഇപ്പോൾ ഈ കാശ്മീരിലുണ്ടായ ഈ ക്രൂരതയും കൂടി നോക്കുമ്പോൾ സിവിലിയൻസിനെ ഒരു കുറ്റവും ഒരു ഇതിലും, അതായത് ഒരു വിശ്വാസം പോലും ഫോളോപ്പ് ചെയ്യാതെ ബുക്ക് പിടിക്കുന്ന ആൾക്കാരല്ല. അവരൊരു സന്തോഷത്തിന് വേണ്ടി പോയ സ്ഥലത്ത് വെച്ചിട്ട് അവരെ കൊല്ലണം, സിവിലിയൻസിനെ കൊന്നെന്ന് പറയുമ്പോൾ അവർക്ക് ചിലപ്പോൾ മതം തന്നെ അവർ ഈ ഭൂമിയിൽ എങ്ങനെയെങ്കിലും ജീവിക്കാനും സന്തോഷിക്കാനും നടന്ന ആൾക്കാരാണ് ഈ പിടിച്ച് ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായെന്ന് പറയണത്, നമ്മൾ വായിക്കുന്ന ഒരു ബുക്കുണ്ട്, ബൈബിളാണ്. ഈ ബൈബിളിനകത്ത് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ട്? യോഹന്നാൻ്റെ 16-ാമത്തെ അധ്യായം എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് എഴുതിയിട്ടുണ്ട്, നിങ്ങളെ കൊല്ലുന്നവൻ ദൈവത്തിന് ബലിയർപ്പിക്കുന്നു എന്ന് പറയുന്ന നാളുകൾ വരുന്നു. അത് നമ്മുടെ ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് ആരെക്കുറിച്ചാണ് എഴുതി വെച്ചത്? അപ്പോൾ അതുകൊണ്ട് പിന്നെ അതുകൂടാതെ തന്നെ ഇതിനകത്ത് വേറെ എഴുതി വെച്ചിട്ടുണ്ട്, ഭീരുക്കൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കില്ല. അത് എഴുതി വെച്ചിട്ടുണ്ട്, ഭീരുക്കൾ ഒരിക്കലും സ്വർഗരാജ്യത്തില്ല. എന്താണ് ഭീരുക്കൾ? സ്വന്തം ഒരു മതത്തിനെ ഞാൻ ക്രിസ്ത്യാനിയാണ് എന്നേറ്റ് പറയുന്ന സമയത്ത് ഒരാൾ ഇങ്ങനത്തെ ഒരു തീവ്രവാദി വന്നിട്ട് ചോദിക്കുന്നതാണ്, നിങ്ങൾ ഏത് മതക്കാരാണ്, നിങ്ങൾ മതം മാറാൻ ഉദ്ദേശിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഏത് വിശ്വാസമാണ്, നിങ്ങളെ വിശ്വാസം മാറാൻ ഉദ്ദേശിക്കുന്നുണ്ടോ, ഇല്ലെങ്കിൽ നിങ്ങളെ കൊല്ലും എന്ന് പറയുമ്പോൾ അവരെയാണ് ഭീരുക്കൾ എന്ന് പറഞ്ഞാൽ. ഭീരുക്കൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നില്ലെന്ന് ഈ ബുക്കിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഞാനെടുത്ത് വായിച്ചു തരാം, പക്ഷേ ഇതിനകത്തുണ്ട്. അതുകൂടാതെ തന്നെ ഇതിനകത്ത് വേറെ എഴുതിയിട്ടുണ്ട്, എനിക്ക് വേണ്ടി എൻ്റെ നാമത്തിൽ പ്രതി നിങ്ങളെ ആരെങ്കിലും കൊന്നാൽ നിങ്ങൾക്കത് ലാഭമാണ്. എനിക്ക് വേണ്ടി ജീവൻ ത്യജിക്കുന്നവൻ ആ ജീവൻ നേടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് വേണ്ടി ജീവൻ ത്യജിക്കാത്തവൻ അത് നഷ്ടപ്പെടുത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ബൈബിൾ വായിക്കുന്ന നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ ഈ ലോകത്തിലെ ജീവിതത്തിന് വേണ്ടിയിട്ടല്ല ദൈവം നമ്മളെ വിളിച്ചിരുന്നത്. നിത്യമായൊരു ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് നിത്യജീവനിലേക്കാണ്. ആ നിത്യജീവനിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, എൻ്റെ ലോകം ഐഹികമല്ല എന്ന്. നിത്യജീവനിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ആ നിത്യജീവനാണ്, നിത്യാനന്ദമാണ് നമുക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരുന്നത്. അല്ലാതെ ഈ ഭൂമിയിലുള്ള
സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് മരിച്ചു പോവുക എന്ന് പറയുന്നതിൽ നമ്മളാരും ഭയക്കേണ്ട ആവശ്യമില്ല. അതിനെക്കുറിച്ച് ഭയക്കേണ്ട ഒരു ആവശ്യമില്ല. കാര്യം നമ്മളെ ഈ മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തിലേക്കാണ് ദൈവം നമ്മെ ക്ഷണിച്ചേക്കുന്നത്. കാരണം ഇതെല്ലാം സംഭവിക്കേണ്ടതാണ്. ഇതെല്ലാം സംഭവിച്ച് കഴിയുമ്പോഴത്തേക്കാണ് മനുഷ്യപുത്രൻ്റെ ആഗമനം ഉണ്ടാകുന്നത്. ഇതാണ് ഞാൻ പറയുന്നത് സഭയ്ക്ക് പീഡനമുണ്ട് എന്ന് പറയുന്നത്. സഭയ്ക്ക് പീഡനമുണ്ടെന്ന് പറയുമ്പോൾ ഒരു യഹോവ സാക്ഷികളും അവരൊന്നും വിശ്വസിക്കുന്നില്ല. അവർ പറയുന്നത് സഭയെ അതിന് മുമ്പായിട്ട് എടുക്കും. ഇത് തന്നെയാണ് പീഡനം. ഈ ബുക്കിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, എൻ്റെ നാമത്തെ പ്രതി നിങ്ങളെ കൊന്നിട്ട് ദൈവത്തിന് ബലിയർപ്പിക്കുന്നു എന്ന് പറയുന്ന നാളുകൾ വരുന്നു. അത് തന്നെയാണ് സഭയ്ക്കുള്ള പീഡനം. അപ്പം അത് മനസ്സിലാക്കിയിട്ട് ഇത് ചെയ്യുക. അല്ലാതെ നമ്മൾ സഭ എന്ന് പറയുന്നത് ദൈവത്തിൽ വിശ്വസിക്കുക. ദൈവം മരിക്കേണ്ടി വന്നാൽ പോലും ദൈവത്തിലുള്ള വിശ്വാസം നമ്മൾ ഇത് ചെയ്യരുത് എന്നും പറഞ്ഞ് നമ്മളവരെ തിരിച്ചു വെട്ടാനോ കൊല്ലാനോ നിൽക്കേണ്ട ആവശ്യമില്ല. കാര്യം എന്നാലും ഒരു ദിവസം നമ്മൾ മരിക്കും. ആ മരിക്കുന്നത് ദൈവത്തിന് വേണ്ടിയാണെങ്കിൽ അത് ലാഭം തന്നെയാണ്. ദൈവത്തിൻ്റെ പേരും പറഞ്ഞാണ് നീ ഏത് വിശ്വാസം, ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു, ക്രിസ്തുവാണ് എൻ്റെ ദൈവം, ക്രിസ്തു അല്ലാതെ വേറെ ആരും ദൈവമില്ല എന്ന് പറയുകയാണ് നമ്മുടെ വിശ്വാസം. അത് പറഞ്ഞിട്ട് നമ്മളെ ഒരുത്തർ കൊല്ലട്ടെ. ഈ ജീവിതമല്ല, നിത്യമായിട്ടുള്ള ആനന്ദത്തിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് എല്ലാവരും ഇതൊന്നും കണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വരുമ്പോഴത്തേക്കും നമ്മൾ നേരിടും, ചങ്കുറ്റത്തിൽ നേരിടും. മരിക്കാനാണെങ്കിൽ നമുക്ക് ഒരു പേടിയുമില്ല. മരിക്കാനാണെങ്കിൽ എന്നാലും ഒരു ദിവസം മരിക്കും. എത്ര നമ്മൾ ഇനി ഓടി ഒളിച്ചാലും ഒരു ദിവസം ഈ സാധനം മരണം എന്ന സാധനം നമ്മളെ തേടി വരും. ഇതൊന്നും കണ്ട് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇന്നും നമുക്ക് എന്തുണ്ടോ അതോർത്തിട്ട് ജീവിക്കുക. നാളെത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നാളത്തെക്കുറിച്ച് നാളെ ദൈവം ചിന്തിച്ചോളൂ. അതുകൊണ്ട് പിന്നെ അതുകൂടാതെ നമ്മുടെ മക്കൾ, പിള്ളേരെല്ലാവരും നമ്മുടെ മക്കളെയെല്ലാം സംരക്ഷിക്കാനായിട്ട് നമ്മുടെ സ്വർഗത്തിൽ ദൈവത്തിന് കഴിവുണ്ട്. അതുകൊണ്ട് നമ്മൾ ദൈവത്തിലുള്ള വിശ്വാസം മാത്രം മുറുകെ പിടിക്കാൻ മാത്രം ശ്രമിച്ചാൽ നമ്മളെ മക്കളെയും പഠിപ്പിച്ചു കൊടുക്കുക. അല്ലാതെ നമ്മൾ പേടിച്ച് ഭീരുക്കളെ പോലെ ആവേണ്ട ആവശ്യമില്ല. മരണം വരട്ടെ, നമുക്ക് നേരിടാം. മരിക്കുമ്പോഴത്തേക്കും നമ്മളെ കാര്യങ്ങൾ ദൈവം നോക്കിക്കൊള്ളും. എല്ലാവരോടും ഭീരുക്കൾ ഒരിക്കലും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ബൈബിൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്കിതിനുള്ള ആത്മവിശ്വാസം, മനധൈര്യം കിട്ടും. മരണം വന്നപ്പോഴും നമ്മൾ ദൈവത്തിലുള്ള വിശ്വാസം തള്ളിപ്പറയില്ല. പിന്നെ ഓരോരുത്തരും എന്ന് എഴുതി വെച്ചത് വായിച്ചിട്ട് എന്തെങ്കിലും ചെയ്തോട്ടെ. പക്ഷെ നമ്മളിത് വായിച്ചിട്ട് ഇതനുസരിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മരണത്തെ പോലും ഭയം ഉണ്ടാവില്ല. അതാണ് ബൈബിൾ എന്ന് പറയുന്നത്. നമുക്കൊരാളെ ദ്രോഹിക്കാൻ തോന്നില്ല, ഒരാളെ സഹായിക്കാനേ തോന്നുള്ളൂ. ഇത് പഠിപ്പിക്കുന്നതാണ് നമ്മളെല്ലാവരെയും തന്നെപ്പോലെ തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നാണ് ഇത് പഠിപ്പിക്കുന്നത്. അല്ലാതെ ആരെയും നമ്മുടെ വിശ്വാസത്തിൽ വരാത്ത ആൾക്കാരൊക്കെ കൊന്നു കളയണമെന്ന് ഈ ബൈബിൾ പഠിപ്പിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ മുറുകെ പിടിക്കുക. ഇത് വായിച്ചിട്ട് നമ്മൾ ആരെങ്കിലും കൊല്ലുകയാണെങ്കിൽ കൊല്ലട്ടെ, ആ മരണം നമുക്ക് ലാഭം തന്നെയാണ്. ഓക്കെ, ബൈ.